ഇനി നമുക്ക് എൻ പ്രശാന്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടെ വരണം. സേഫ് തന്നെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതായത് എൻ പ്രശാന്തിനെതിരെ ജയതിലക് ഒരു റിപ്പോർട്ട് നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ അദ്ദേഹത്തിനെതിരെ ഒരു പരസ്യ വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രശാന്ത് രംഗത്ത് വരാനുണ്ടായ സാഹചര്യം. അതായത് ഉന്നതിയുടെ ഫയലുകൾ കൈമാറിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം. പക്ഷേ ആ ഫയലുകൾ കൈമാറിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതായത് 2024 മെയ് 13 ഈ ഫയലുകൾ വകുപ്പ് മന്ത്രിയിൽ നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈപ്പറ്റിയെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഫയലുകൾ കാണാതായി അല്ലെങ്കിൽ കൈമാറി എന്നൊരു റിപ്പോർട്ട് ജയതിലക് സമർപ്പിക്കുന്നത് 2024 ഓഗസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എൻ പ്രശാന്തിന് അനുകൂലമായ ചില വാദങ്ങൾ ഉയർന്നു വരണം. കാരണം അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ ഉത്തരവ് കാണുമ്പോൾ പ്രശാന്ത് ഈ വിഷയത്തിൽ ഉന്നതിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജിൽസി ആ ഉത്തരവ് വായിച്ചിട്ടുണ്ടാകും. ആ ഉത്തരവിൽ കൃത്യമായി തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് ഉന്നതിയുമായി ബന്ധപ്പെട്ട ആ ഫയലുകൾ മന്ത്രി, അതായത് കെ രാധാകൃഷ്ണനാണ് അന്ന് മന്ത്രി, ആ ഉന്നതിയുടെ ചുമതലയുണ്ടായിരുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്ക് മുന്നിലേക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് 13/5/2024 രാവിലെ 11 മണിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഈ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജയതിലകിന് അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ഉത്തരവിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അന്ന് ചുമതല ഉണ്ടായിരുന്നു, ഇത് സിഒ എന്നാണ്, ഉന്നതിയുടെ വകുപ്പിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മന്ത്രിയും സിഒ എന്ന് പറയുന്നത് ഒരു IAS ഉദ്യോഗസ്ഥനുമാണ്. പ്രശാന്ത് IAS മാറിയതിന് ശേഷം പിന്നീട് ആ ചുമതലയിലേക്ക് വരുന്നത് കെ ഗോപാലകൃഷ്ണനാണ്. ആ ഗോപാലകൃഷ്ണന് നൽകിയിരിക്കുന്ന കത്താണിത്. ആ ഉത്തരവിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ കത്തല്ല, ആ ഉത്തരവിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം മന്ത്രിക്ക് കൈമാറുകയോ അത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി എ ജയതിലകിലേക്ക് എത്തിച്ചേരുകയും ജയതിലകിൽ നിന്ന് എ ഗോപാലകൃഷ്ണൻ അത് വാങ്ങുകയും വേണം എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ആ ഉത്തരവിറങ്ങുന്നത് 14/5/2024 അതായത് ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണുന്നില്ല എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജയതിലക് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹം ഒരു മാസം ജോലി ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിൽ 10 ദിവസം മാത്രമാണ് എത്തുന്നത്, ബാക്കി 20 ദിവസം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഹാജരായിട്ടില്ല, വിവിധ ജില്ലകളിൽ പരിപാടി നടത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന പരിപാടികളൊന്നും ഇതാത് ജില്ലകളിൽ, അതായത് ഇടുക്കി, വയനാട് അടക്കമുള്ള ജില്ലകളിൽ അങ്ങനെ ഉന്നതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്. അതിലേറ്റവും കാതലായ ഭാഗം നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച ജിൽസി ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ആ റിപ്പോർട്ട്, അതായത് ഈ ഉന്നതിയുമായി ബന്ധപ്പെട്ട ആ ഫയലുകൾ കൈമാറിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഫയലുകൾ കൃത്യമായി കൈമാറിയിട്ടുണ്ട് എന്ന് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈമാറുന്ന വിഷയത്തിൽ എൻ പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഔദ്യോഗിക രേഖ. ജിൽസി, എന്തായാലും ഉന്നതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രശാന്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിജസ്ഥിതി കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ തന്നെ സേഫ്, ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് നേരിട്ട് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത്, ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ സസ്പെൻഷൻ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് പ്രശാന്തിൻ്റെ നീക്കമെന്ന് പറയുന്നു. അദ്ദേഹം ഉപയോഗിച്ചൊരു ടേം ഉണ്ട്, വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞുകൊണ്ട്. താനൊരു വിസിൽ ബ്ലോവറിൻ്റെ ജോലി മാത്രമാണ് ചെയ്തത്, അഴിമതി, അത് പൊതുരംഗത്തുള്ള ആളുകളുടെ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു ജോലിയാണ് താൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് അതിലൊരു നിയമസംരക്ഷണം കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ സാഹചര്യത്തിൽ എത്രത്തോളം നടപ്പാകുമെന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്, അല്ലേ സേഫ്? അതെ, അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മൾ ഇന്നലെ മുതൽ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം ചില പ്രതികരണങ്ങൾ, ഇന്ന് രാവിലെ ഞാൻ വാട്സപ്പ് വഴി അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില ചെറിയ ഉത്തരങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതികരണത്തിൽ അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, നിരവധി തവണ വിളിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം തിരക്കായിരിക്കും. നമ്മുടെ പ്രതിനിധി ആഷിഖ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിലുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പരസ്യമായി പറയും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പിന്നീട് ആദ്യം ജിൽസി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇത് ട്രിബ്യൂണലിനെ സമീപിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുക്കുന്നത്, താൻ പറയുന്നത് സർവീസിൻ്റെ ചട്ടം, അത് മെനഞ്ഞാന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, സർക്കാരിൻ്റെ നയങ്ങളെയോ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ പരസ്യമായി വിമർശിക്കരുത് എന്നുള്ളതാണ് ചട്ടത്തിൽ പറയുന്നത്, ഓൾ ഇന്ത്യ സർവീസ് ചട്ടത്തിൽ പറയുന്നത്.